പ്രിയപ്പെട്ടവരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സമകാലിക സംവാദത്തിലേക്ക് എല്ലാവർക്കും വളരെ സ്നേഹത്തോടെ സ്വാഗതം. സാധാരണ ഒരു വിഷയം എപ്പോഴാണ് ചാനൽ ചർച്ചകളൊക്കെ നടത്തുക? ആ വിഷയം സമൂഹം ഏറ്റെടുക്കുകയും സോഷ്യൽ മീഡിയയിൽ അത് വമ്പിച്ച ട്രെൻഡിങ് ആവുകയും അതല്ലെങ്കിൽ മറ്റ് പല മേഖലകളിലും അത് ധാരാളം ചർച്ച ചെയ്യപ്പെടുകയും ചെയ്യുമ്പോഴാണ് ആ വിഷയം ചാനൽ ചർച്ചയ്ക്ക് വിധേയമാകുന്നത്. കഴിഞ്ഞ ദിവസം ഡൊണാൾഡ് ട്രംപ് അധികാരമേറ്റതിന് ശേഷം ഒരു പ്രസ്താവന പുറപ്പെടുവിക്കുകയുണ്ടായി. അത് അമേരിക്കയിൽ ഇനി സ്ത്രീയും പുരുഷനും മാത്രമേ ഉള്ളൂ, അതല്ലാത്ത ട്രാൻസ്ജെൻഡേഴ്സ് ഒന്നും ഉണ്ടാവുകയില്ല എന്ന്. ഇത് നിലവിലെ സമൂഹത്തിൽ വമ്പിച്ച കോലാഹലങ്ങൾ സൃഷ്ടിക്കാൻ കാരണമായ ഒരു വർത്തമാനമാണ്. പക്ഷെ എന്തുകൊണ്ടായിരിക്കും ആരും അതിനോട് വേണ്ടത്ര പ്രതികരിക്കുകയോ അത് ചാനൽ ചർച്ചകളിൽ നിറയുകയോ ചെയ്യാതിരുന്നത്? അതിൻ്റെ കാരണം അന്വേഷിച്ചു പോകുമ്പോൾ നമുക്ക് ബോധ്യപ്പെടുന്ന ചില യാഥാർത്ഥ്യങ്ങളുണ്ട്. ആ യാഥാർത്ഥ്യങ്ങളിലേക്ക് ശ്രദ്ധ ക്ഷണിക്കാനാണ് ഇന്ന് ഞാൻ ആഗ്രഹിക്കുന്നത്. ട്രാൻസ്ജെൻഡറുമായി ബന്ധപ്പെട്ട വിഷയം ഞാൻ എൻ്റെ ഈ വേദിയിൽ കൈകാര്യം ചെയ്യുന്നത് ആദ്യമായിട്ടല്ല. പല സന്ദർഭങ്ങളിൽ ഞാൻ ഈ വിഷയത്തിലുള്ള എൻ്റെ നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട്. മനുഷ്യൻ സ്ത്രീയായും പുരുഷനായും തന്നെയാണ് ജനിക്കുന്നത്. മനുഷ്യർക്ക് അംഗവൈകല്യങ്ങളോടുകൂടി ജനിക്കുന്നത് പോലെ ലൈംഗികമായ ചില അംഗവൈകല്യങ്ങളോടുകൂടി ആളുകൾ ജനിക്കുന്നുണ്ട്. മാനസികമായ ചില വൈകല്യങ്ങളോടുകൂടിയും ആളുകൾ ജനിക്കുന്നുണ്ട്. അതിനെയെല്ലാം ഓരോ ജെൻഡറുകളായി തരംതിരിക്കുക എന്നത് ഒരിക്കലും നീതീകരിക്കപ്പെടുന്ന ഒന്നല്ല. അതൊരിക്കലും അംഗീകരിച്ചു കൊടുക്കേണ്ട ഒരു സംഗതിയുമല്ല. അതുകൊണ്ട് തന്നെ ബീജസങ്കലനത്തിന്റെ സമയത്ത് എക്സ് ക്രോമസോമും വൈ ക്രോമസോമും തമ്മിൽ സങ്കലനം നടക്കുന്നതിനിടയിൽ ഉണ്ടാകുന്ന ചില വ്യതിയാനങ്ങൾ, അവ ജെൻഡറിൽ ചില വ്യതിയാനങ്ങളായി രൂപപ്പെടുന്നു. അടിസ്ഥാനപരമായി ഇത് ഒന്നുകിൽ ആണോ അതല്ലെങ്കിൽ പെണ്ണോ ആയി തന്നെ ആയിരിക്കും. ഏതിനോടാണോ അത് കൂടുതൽ സാമ്യമുള്ളത് അതിനോട് ചേർക്കുക എന്നതാണ് അതിൽ കരണീയമായിട്ടുള്ളത്. ശരീരം എപ്രകാരമാണോ ഉള്ളത്, മനസ്സിനെയും ആ അവസ്ഥയിലേക്ക് കൊണ്ടുപോകാൻ വേണ്ട കൗൺസിലിങ്ങോ ചികിത്സകളോ നടത്തി ശരീരത്തിൻ്റെ അവസ്ഥക്കനുസരിച്ച് മനസ്സിനെ പാകപ്പെടുത്തുക എന്നതാണ് ചെയ്യാവുന്ന ഏറ്റവും ശരിയായ മാർഗം. അതിനു പകരം ഓരോ അംഗവൈകല്യങ്ങളെയും ഓരോ ജെൻഡറുകളായി കണക്കാക്കുകയും അവർക്കെല്ലാം അവരുടേതായ ചില ഓറിയന്റേഷനുകൾ ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് വാദിക്കുകയും അങ്ങനെ സമൂഹത്തിൻ്റെ ഭദ്രതയ്ക്കും കെട്ടുറപ്പിനും വിഘാതമാകുന്ന തരത്തിൽ അവരുടെ പ്രശ്നം ഉയർത്തിക്കൊണ്ടുവന്നുകൊണ്ട് അത് വലിയ സാമൂഹ്യ വിഷയമായി അവതരിപ്പിക്കുകയും ചെയ്യുന്നതിൻ്റെ പിന്നിൽ ചില ലോബിയിങ് ഉണ്ട്. അതിൻ്റെ പിന്നിൽ ചില സാമ്പത്തിക താല്പര്യങ്ങളുണ്ട്, മറ്റു പലതരത്തിലുള്ള താല്പര്യങ്ങളുമുണ്ട്. ഇത് ഇന്ന് ലോകത്ത് പറയാൻ പാടില്ലാത്ത ഒരു സംഗതിയാണ്. അത്തരമൊരു സന്ദർഭത്തിലാണ് അമേരിക്കൻ പ്രസിഡന്റായി പുതുതായി ചാർജ് എടുത്തിട്ടുള്ള മിസ്റ്റർ ഡൊണാൾഡ് ട്രംപ് ഈ വിഷയം പറയുന്നത്. ലോക പോലീസാണ്, എല്ലാ അർത്ഥത്തിലും പുരോഗമന രാജ്യം എന്ന് പരിഗണിക്കുന്ന രാജ്യമാണ്. ഏതർത്ഥത്തിലും ലോക പോലീസിനെ ചോദ്യം ചെയ്യുക എന്നത് മറ്റുള്ളവർക്ക് കരണീയമായി തോന്നുന്ന കാര്യവുമല്ല. എന്ന് മാത്രമല്ല, അതിനെ ചോദ്യം ചെയ്താൽ ഒരുപക്ഷെ തങ്ങൾ പിന്തിരിപ്പന്മാരുമായും പ്രാകൃതരായും കണക്കാക്കപ്പെട്ടു പോകുമോ എന്ന് അവർ ഭയപ്പെടുകയും ചെയ്യുന്നത് കൊണ്ടായിരിക്കാം ഒരുപക്ഷെ അതിനെതിരെ വലിയ ശബ്ദമുണ്ടാകാതെ പോയത്. നമ്മളൊന്ന് സങ്കല്പിച്ച് നോക്കുക. ഏതെങ്കിലും മുസ്ലിം സംഘടനകളോ ഏതെങ്കിലും മുസ്ലിം രാജ്യങ്ങൾ എന്ന് പറയുമ്പോൾ മുസ്ലിങ്ങൾ കൂടുതൽ താമസിക്കുന്ന രാജ്യങ്ങളിലെ ഇസ്ലാമികമായ ഭരണ സംവിധാനങ്ങൾ, ഇസ്ലാമിൻ്റെ യാഥാർത്ഥ്യത്തോട് ചേർന്ന് നിൽക്കുന്ന തരത്തിലുള്ള ഭരണ സംവിധാനങ്ങൾ നിലനിൽക്കുന്ന ഇസ്ലാമിക രാജ്യം എന്ന് പറയാവുന്ന ഒരു രാജ്യവും ഇന്ന് ലോകത്തില്ല. മുസ്ലിങ്ങൾ കൂടുതലുള്ള
ശരീഅത്താണ് തങ്ങളുടെ നിയമങ്ങൾ എന്ന് ഒരുപക്ഷെ പറയുന്ന, അല്ലെങ്കിൽ അങ്ങനെ പറയാതെ രാജഭരണം നടത്തുന്ന ഏതെങ്കിലും മുസ്ലിം നാടുകളിൽ നിന്നാണ് ഈ സ്വരം ഉയർന്നു വന്നിട്ടുള്ളതെങ്കിൽ എന്താകുമായിരിക്കും നമ്മുടെ സാംസ്കാരിക മാധ്യമ ലോകത്തെ പുകിലുകൾ? സോഷ്യൽ മീഡിയയിൽ അതെങ്ങനെയായിരിക്കും ആഘോഷിക്കപ്പെടുക? ഇപ്പോൾ കാറ്റില്ല, കോളില്ല, ശാന്തസുന്ദരമായ അന്തരീക്ഷം. ആർക്കും ഒരു പ്രതിഷേധവുമില്ല, ഒരു പ്രതികരണവുമില്ല. ഖത്തർ ലോകകപ്പ് നടന്നുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ ഇവിടെ ട്രാൻസ്ജെൻഡറുകളെ അനുവദിക്കുകയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒരാളെ ഇറക്കുകയും ചില പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുകയും ഒക്കെ ചെയ്തു. ഖത്തർ പോലീസിന്റെ അവസരോചിതമായ കൃത്യമായ ഇടപെടൽ മൂലം അത്തരം ഉഡായിപ്പുകളൊന്നും നടന്നില്ല എന്നതാണ് വാസ്തവം. അങ്ങനെ പലതും നടത്താൻ വേണ്ടി ശ്രമിക്കുന്ന ആളുകൾ ഇപ്പോൾ ഏത് മാളത്തിൽ പോയിട്ടാണ് ഒളിച്ചിരിക്കുന്നത്? അവർക്കൊന്നും എന്താണ് ഇപ്പോൾ മഴവിൽ ചിത്രങ്ങളുമായി വരാൻ സാധ്യമാകാത്തത്? അവരെന്താണ് ഡൊണാൾഡ് ട്രംപിനെ എതിർക്കാത്തത്? എന്തുകൊണ്ടാണ് നമ്മുടെ നാട്ടിലെ സാംസ്കാരിക നായകന്മാരെന്ന് പറയുന്ന, അതല്ലെങ്കിൽ ലിബറലുകൾ എന്ന് പറയുന്ന മതവിരുദ്ധരായ ആളുകൾ ഏതർത്ഥത്തിലും ഇസ്ലാമിന്റെ നിലപാടുകളെ കടിച്ചു കയറാൻ വേണ്ടി ഇസ്ലാമിന്റെ ഭാഗത്ത് നിന്ന് ഇത്തരം വിഷയങ്ങളിൽ എന്തെങ്കിലും ഒരു ചെറിയ അഭിപ്രായ പ്രകടനങ്ങൾ നടത്തുമ്പോഴേക്ക് അതിനെതിരെ ശബ്ദിക്കാൻ വേണ്ടി വരുന്ന ആളുകൾ, കോലാഹലമുണ്ടാക്കാൻ വേണ്ടി വരുന്ന ആളുകൾ എവിടെ പോയി ഒളിച്ചിരിക്കുകയാണ്? ഇതിനെ ഇരട്ടത്താപ്പ് എന്നതല്ലാതെ മറ്റെന്തെങ്കിലും പേര് പറയാൻ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഉണ്ടെങ്കിൽ താഴെ കമന്റ് ചെയ്യണം. യഥാർത്ഥത്തിൽ ഇത്തരം പ്രതികരണങ്ങൾ നടത്തുന്ന ആളുകളെ അതിന് പലപ്പോഴും പ്രേരിപ്പിക്കുന്നത് ഇസ്ലാമോഫോബിയയാണ് എന്ന് ഞാൻ പറഞ്ഞാൽ അതിനെ നിഷേധിക്കാൻ എന്ത് ന്യായമാണ് നിങ്ങളുടെ കയ്യിലുള്ളത് എന്നതിനും താഴെ നിങ്ങൾ കമന്റ് ചെയ്യണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. എന്നെ ശ്രദ്ധിച്ച എല്ലാവർക്കും നന്ദി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.